ആരോഗ്യവകുപ്പ് നിയോഗിച്ച പ്രത്യേക സംഘം VSന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട്. നിലവിലെ ചികിത്സ തുടരാനാണ് സംഘത്തിന്റെ നിർദ്ദേശം. വിശദമായ റിപ്പോർട്ട് സംഘം സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും VS അനുരാഗ് ചേരുകയാണ്. അനുരാഗ്, ഏറ്റവും ഒടുവിലായി പറഞ്ഞതുപോലെ ആരോഗ്യം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രത്യേക സംഘം നിരീക്ഷിച്ചുവെന്ന് പറയുന്നു. എത്തരത്തിലാണ് സംഘത്തിന്റെ വിലയിരുത്തലുകൾ ഉള്ളത്? VSന്റെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. എന്താണ് അത് സംബന്ധിച്ചുള്ള അപ്ഡേഷൻ? 11:30 ഇറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിലും VSന്റെ ആരോഗ്യനില ഗുരുതരമാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ വൃക്കകളും രക്തസമ്മർദ്ദവും സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല. അതിനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത്. അതിനിടയിലാണ് ആരോഗ്യവകുപ്പ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വിലയിരുത്താൻ വേണ്ടി ഒരു മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 7 അംഗ സംഘത്തെയാണ്, വകുപ്പ് മേധാവികൾ അടക്കമുള്ള 7 വിദഗ്ധ സംഘത്തെയാണ് നിയോഗിച്ചത്. അവർ പട്ടത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി സംയുക്ത മെഡിക്കൽ ബോർഡ് യോഗം കൂടി ചേർന്നിരുന്നു. ആ യോഗത്തിൽ നിലവിലെ ചികിത്സ അതുപോലെ തന്നെ തുടരട്ടെ എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനൊപ്പം വിശദമായ റിപ്പോർട്ട് അത് സർക്കാരിന് വൈകാതെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അദ്ദേഹത്തെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെയും ഹൃദയാഘാതം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിലാണ് അദ്ദേഹം ഇപ്പോൾ കഴിയുന്നത്. സ്പെഷ്യലിസ്റ്റുകളുടെ വിദഗ്ധ സംഘമാണ് ഈ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകി വരുന്നത് എന്നുള്ളതാണ്. അതിനൊപ്പം പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളടക്കം അദ്ദേഹത്തെ കാണാനായി ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നേരിൽ കാണാൻ സാധിക്കുന്നില്ല. തീവ്രപരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം തുടരുന്നത്. മകനെയും ബന്ധുക്കളെയും നിരന്തരം അവർ കാണുന്നുണ്ട്, മറ്റു വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ആരോഗ്യവകുപ്പ് കൂടി ഇടപെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യ നില പരിശോധിക്കാൻ വേണ്ടിയാണ്, വേണ്ട മറ്റ് നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നൽകാൻ വേണ്ടിയാണ് ഈ ബോർഡിനെ നിയോഗിച്ചത്. അവർ എത്തി. ആ ബോർഡ് യോഗം അവസാനിച്ചതിന് ശേഷമാണ് ഈ നിലവിലെ ചികിത്സ അങ്ങനെ തന്നെ തുടരട്ടെ എന്നുള്ള നിർദ്ദേശം നൽകി അവർ ഇവിടെ നിന്ന് ഇപ്പോൾ പോയിരിക്കുന്നത്. വൈകാതെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ശരി അനുരാഗ്.